കോടതി വിധി അംഗീകരിക്കുന്നുവെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ്. ഹൈക്കോടതി വിധിയിൽ അപ്പീലിന് പോകില്ല. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന കൌൺസിലർ ആർ സുഗതന്റെ പുനഃപ്രതിജ്ഞയ്ക്കായി കോടതിയെ സമീപിക്കുമെന്നും മേയർ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അംഗീകരിച്ച് മുന്നോട്ട് പോകും. ഞങ്ങളതിൽ അപ്പീലൊന്നും പോകുന്നില്ല. ഞങ്ങൾ സത്യപ്രതിജ്ഞ കോടതി പറഞ്ഞ് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇതിപ്പോൾ പാർട്ടിയായിട്ട് ആലോചിച്ച് എല്ലാ കൗൺസിലർമാരായിട്ട് ആലോചിച്ച് അഭിഭാഷകരുമായിട്ട് ആലോചിച്ച് കോടതിയുടെ വിധി പകർപ്പ് വായിച്ചുകൊണ്ട് തീരുമാനിക്കും. നിയമത്തിലെല്ലാത്തിനും വഴിയുണ്ട്. കോടതി തീരുമാനിക്കില്ല. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതി മുമ്പായി സമീപിച്ച് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെന്ന് പറയും. കോടതി തീരുമാനിക്കട്ടെ. 101 കൗൺസിലർമാർക്കും കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ഉള്ള എല്ലാ സംരക്ഷണവും കൗൺസിലർ എന്നുള്ള നിലയ്ക്കുള്ള ഭരണപരമായും നിയമപരമായുള്ള സംരക്ഷണം എല്ലാവർക്കും കൊടുക്കും. ഈ ഭരണസമിതിയെ പിന്തുണയ്ക്കുന്ന കൗൺസിലർമാർക്ക് രാഷ്ട്രീയമായ സംരക്ഷണം വരും. മേയറുടെ മുഖത്തേറ്റടിയാണ് ഹൈക്കോടതി വിധിയെന്ന് പരാതിക്കാരനും CPIM കൗൺസിലറുമായ SP ദീപക്. ഇവര് ഈ മതവും വിശ്വാസവും എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യതയാണ്. പക്ഷെ ആ സ്വകാര്യത മാറ്റി വെച്ചുകൊണ്ട് ജാതിയും മതവും വർഗീയമായിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതായിട്ടാണ് ഈ ഭരണഘടനാ സംവിധാനത്തിനകത്ത് ഒരു മുനിസിപ്പൽ ആക്ടിന് വിധേയമാക്കി നടക്കുന്ന ഒരു കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനെ അവർ മാറ്റിയത്. 20 ദൈവങ്ങളെ പറഞ്ഞിട്ടാണ്, അവർക്കുള്ള ഇഷ്ടമുള്ള 20 ദൈവങ്ങളെ പറഞ്ഞിട്ടാണ് അവർ സത്യപ്രതിജ്ഞ നടത്തിയത്. അത് തികച്ചും നിയമലംഘനമാണ് അവർ അന്ന് നടത്തിയിട്ടുള്ളത്. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവധാനത കാണിക്കണമായിരുന്നുവെന്ന് കോൺഗ്രസ് കൌൺസിലർ KS ശബരിനാഥൻ. ആർ സുഗതനെ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നതിനായി കോർപ്പറേഷൻ ഭരണം താറുമാറാകുന്ന അവസ്ഥ അനുവദിക്കാൻ കഴിയില്ലെന്നും KS ശബരിനാഥൻ പറഞ്ഞു. ഈ വിഷയത്തിൽ നമുക്ക് നിയമപരമായിട്ടുള്ള ഇതുവരെ നമുക്കൊരു തരത്തിലുള്ള പരാതിയും വന്നിട്ടില്ല, റിക്വസ്റ്റും വന്നിട്ടില്ല. അതിപ്പോൾ മറക്കാൻ വേണ്ടി അദ്ദേഹം പറയുന്നതിനോട് ഇപ്പോൾ ഞാൻ നിലപാട് പറയേണ്ട ആവശ്യമില്ല അതിനകത്ത്. പക്ഷേ വ്യക്തിപരമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള അവധാനത കൗൺസിലേഴ്സും ജനപ്രതിനിധികളും കാണിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.